registered with the authority authorized capital of rupee 2,50,000. അല്ലല്ല അർച്ചൻ, നമ്മളെ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ സ്റ്റാർട്ട് ചെയ്തല്ലോ. ഒരു മിനിറ്റ് സാർ ഒന്നുകൂടെ അഡ്മിഷൻ വേറെ ഓഫ് എ പാർട്ട്ണർ സ്റ്റാർട്ട് ചെയ്തില്ല നമ്മള്. ആ നമ്മൾ തിയറി പോർഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് ഓർമ്മയില്ല എനിക്ക്? പിന്നെ സെക്ഷൻ 31 പ്രകാരം അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ ഇതാണ്. അതുപോലെ പുതിയ പാർട്ട്ണർ വരുമ്പോഴുള്ള റൈറ്റ്സുകള്, ലാബിലിറ്റീസ് ഒക്കെ ഡിസ്കസ് ചെയ്തല്ല നമ്മള്. പ്രോബ്ലം എന്റെ ബുക്ക് തീർന്നു സാർ കണക്ക് തന്നെ. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ എഴുതിയ തിയറി പോർഷൻസ് നിന്റെ കയ്യിലുണ്ടോ? തിയറി തിയറി സാറ് പഠിപ്പിച്ചില്ലല്ലോ. എന്താണ് അർഷിത്, ഞാൻ സെക്ഷൻ 31A ഓഫ് അക്കൗണ്ടിങ് പാർട്ണർഷിപ്പ് ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ഓ ഓക്കെ സാർ ഓർമ്മയുണ്ടോ? ആ നോട്ട് എവിടെ? അതിന്റെ ഞാൻ ഇടയിലാണ് ഈ സാർ ബുക്കിന്റെ. അത് എഴുതിയിട്ടില്ല ഞാൻ തന്നത്. അല്ല തന്നെ എഴുതി, പക്ഷെ അത് ഏത് പേജില? ഈ ബുക്ക് സാർ തീർന്നു പോയി അതാണ്. അല്ല, ഞാൻ പറയുന്നത് അതിന് ശേഷം നമ്മൾ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏത് ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതിയത് അത് ഓർമ്മയുണ്ടോ? ഒരു മിനിറ്റ് സാർ ഞാൻ ഒന്ന് മൊത്തത്തിൽ. വേഗം നോക്ക്. എന്താണ് അർഷിതൻ? ക്വസ്റ്റ്യൻ നമ്പർ എന്തായിരുന്നു? അല്ല ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എ ബി ആൻഡ് സി വർ പാർട്ട്നേഴ്സ് ഇൻ എ ഫോം ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുക. അത് രണ്ടാമത്തെ ആണോ സാർ? അർച്ചിതനെ അതിൽ അർച്ചിതൻ എന്നോട് ക്വസ്റ്റ്യൻ പറ, ഞാൻ പറഞ്ഞുതരാം. നീ ക്വസ്റ്റ്യൻ വായിക്കും. A and B are partner sharing profit and loss in the ratio of 7:5. ഓക്കെ, അതിനുശേഷം വേറെ ക്വസ്റ്റ്യൻ എഴുതിയോ? അല്ല അതാണ് ലാസ്റ്റ് ചെയ്തത്. ഓക്കെ, ഇതാ ചോദിക്കുന്നത്. അപ്പൊ ഇതെവിടെ പോയി ഈ നോട്ട്? അല്ല ഇത് ഞാൻ ഇവിടെ എന്റെ ഇടയിൽ എഴുതിയ സ്ഥലമുണ്ട്. അങ്ങനെ ഇതുവരെ കൺഫ്യൂസ്ഡ് ആവില്ല അർച്ചിതൻ. ഹെഡിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ട്. ഇല്ല, അപ്പൊ എക്സാമിന് എങ്ങനെ റിവൈസ് ചെയ്യുമ്പോൾ അതെങ്ങനെ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ ഇത് മുതലാണെന്നുള്ളത്? മൊത്തം പഠിക്കണം. മൊത്തം പഠിയാൻ അല്ല, അങ്ങനെയല്ല, മൊത്തം പഠിയാൻ എനിക്ക് ഫൈൻ, ദാറ്റ്സ് ഫൈൻ. ബട്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ടോപ്പിക്സ് ഒക്കെ അറ്റ്ലീസ്റ്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഒരു ഹെഡിങ് അറ്റ്ലീസ്റ്റ് ഉണ്ടാവണ്ട അവിടെ, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്നുള്ളത്. ആ ഓക്കെ, അത് അവിടെ നീ ഇപ്പൊ തന്നെ എഴുത്, അല്ലെങ്കിൽ നീ പിന്നെ മറക്കും. എഴുത് വേഗം. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറിന് ഹെഡിങ് കൊടുത്തിട്ട് അതിങ്ങനെ വരക്ക അവിടെ. പിന്നെ പിന്നെ എനിക്ക് ഓക്കെ. ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് വരക്കുക. എന്നിട്ട് ഞാൻ പിന്നെ അത് വേഗം വരച്ചിട്ട് ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. അത് ഒന്ന് എഴുതിട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യന്. ഓക്കെ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. തേർഡ് എന്ന് പറഞ്ഞിട്ട് തേർഡ് എന്ന് പറഞ്ഞിട്ട് എഴുതിക്കോ. എ ബി ആൻഡ് സി വർ പാർട്ട്നേഴ്സ്. എ ബി ആൻഡ് സി വർ പാർട്ട്നേഴ്സ് sharing profit in the ratio sharing profit in the ratio 3:2:1. ഒരു മിനിറ്റ് സാർ, ഒരു മിനിറ്റ്. ആ, ഒന്നുകൂടി ഒന്ന് പറയാമോ? sharing profit in the ratio 3:2:1. അല്ല സ്റ്റാർട്ടിങ്. A, B and C are partners. അല്ല നേരത്തെ എഴുതിയ ക്വസ്റ്റ്യൻ ആണോ സാർ? അല്ല, ഇത് തേർഡ് ക്വസ്റ്റ്യൻ ആട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞത്. ഓക്കെ. എ ബി തേർഡ് സി. ക്വസ്റ്റ്യന്റെ നീ തേർഡ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തു എഴുതാനേ? ഇല്ല സാർ, നമ്മൾ രണ്ടിന്റെ ആൻസർ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ള ആണോ? ആ എന്നാ രണ്ടിന്റെ ഓക്കെ, രണ്ടിന്റെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫൈൻ.
അല്ല ഇനി ഞാൻ ചെയ്തായിരുന്നു സാർ പിന്നെ. ചെയ്തില്ല. ഫൈൻ ഫൈൻ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോൾ എ ബി ആൻഡ് സി were partners sharing profit in the ratio 3:2:1. ആ Okay. They admitted D as a new partner. They admitted D as a new partner. Okay. New partner with 1/8 share in profit. With സാർ 1 by എങ്ങനെ വിത്ത്, എന്താ അർച്ചനൻ? അല്ല വിത്ത് സാർ, വിത്ത് കഴിഞ്ഞിട്ട്. With 1/8 share in profit. ഓക്കെ. Okay. 1/8 അല്ലേ സാർ? 1/8 share in profit, which he acquired, which he acquired 1/16 from A, sorry, 1/16 from B ആണ്. അതുപോലെ 1/16 from C. ഓക്കെ. അല്ല സാർ, അപ്പൊ ഒന്നാമത്തെ 1/8 എ എന്നാണ് സാർ? 1/8 ആണ് ടോട്ടൽ ഷെയർ ഇൻ പ്രോഫിറ്റ്. ആ ആ 1/8 1/16 ബിയിൽ നിന്നും 1/16 സിയിൽ നിന്നുമാണ് എടുക്കുന്നത്. അപ്പൊ എ എന്നാ സാർ? ഓ, എ എന്നാ അപ്പൊ? എ അല്ല, ബി ആൻഡ് സി ആടാ. സോറി, ബി ആൻഡ് സി ആണ്. അപ്പൊ എന്നില്ല സാർ, എ എടുക്കുന്നില്ല. ഇല്ല ഇല്ല. എക്വയർഡ് 1/6 ഫ്രം ബി, 1/6 ഫ്രം സി. ഓക്കെ. യാ. അല്ല സാർ, അപ്പൊ റേഷ്യോ എത്ര? ആരുടെ റേഷ്യോ? അല്ല മൊത്തത്തിലുള്ള റേഷ്യോ. 3:2:1. ഓക്കെ സാർ. യാ. Calculate new profit sharing ratio of A, B, and C and D. Okay. എന്താ സാർ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ? Next, new profit sharing ratio of A, B, C, and D. ഓക്കെ സാർ. സാറേ ഞാൻ നേരത്തെ ചെയ്ത പോലത്തെ സെയിം കണക്കല്ലേ സാർ? സെയിം കോൺസെപ്റ്റ് തന്നെ. ഓക്കെ. നമ്മൾ അത് പിന്നെ അർച്ചന ഒന്ന് ട്രൈ ചെയ്ത് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരും. ഒന്ന് ട്രൈ ചെയ്തി. ആ ഓക്കെ സാർ. യാ.
അർച്ചിതൻ എന്താ സാർ? ചെയ്തോ? കഴിയാൻ സാർ. വേഗം വേഗം.
தமிழ்நாட்டுக்கு வர வேண்டிய അച്യുതൻ എന്താ സാർ? കഴിഞ്ഞോ? കഴിഞ്ഞു sir, കഴിഞ്ഞു. കഴിഞ്ഞോ? ഇനി ഇച്ചിരിയേ ഉള്ളൂ സാർ, ലാസ്റ്റത്തെ ഒരു ഭാഗം. ഓക്കെ, വേഗം വേഗം.
അർച്ചിതൻ കഴിഞ്ഞോ? ലാസ്റ്റ് അല്ല സാർ അന്ന് ലാസ്റ്റ് താഴത്തെ ഒരു പാർട്ട് കിട്ടും. വേഗം വേഗം, ഇത്ര ലേറ്റ് ആവുന്നു, ഒരുപാട് സമയം. എക്സാമിന് എന്താ ചെയ്യാ അപ്പൊ ഇത്ര ലേറ്റ് ആയാല്? വേഗം എഴുതണം കേട്ടോ. ഓക്കെ. സാറേ എനിക്ക് ഈ താഴത്തെ ഭാഗമാ കുഴപ്പം. താഴത്തെ എവിടെയാ അർച്ചിതൻ പ്രശ്നം? എവിടെയാ പ്രശ്നം? താഴത്തെ എനിക്ക് ഒരേപോലെ ആക്കാൻ പറ്റുന്നു. ഞാൻ കാണിച്ചു തരാം. നമ്മളപ്പോ പിന്നെ A/B/C എന്ന് പറയുന്നത് 2:3:2:1 ആണല്ലോ, റൈറ്റ്? ആ
ഡി വരുന്നത് 1/8 ഷെയർ ആണ്. അതിൽ 1/16 ബിയിൽ നിന്നും 1/16 സിയിൽ നിന്നുമാണ് വരുന്നത്. ഫൈൻ. ആ ഓക്കെ. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എന്റെ എടുക്കുക. അപ്പൊ ബി മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആ അപ്പോൾ ന്യൂ ഷെയർ ഓഫ് ബി, ബിക്കോസ് ബിയിലാണ് തുടങ്ങുന്നത് അല്ലേ, ബി എന്ന് ആ ചെയ്യുന്ന എടുക്കുന്നത്. അപ്പം ഇവിടെ ബിയുടെ ഓൾഡ് റേഷ്യോ എത്രയാണ് അർച്ചിതൻ? 2 2/6 അല്ലേ? 2/3. ആ ആ 2/6. 2/6 മൈനസ് എത്ര എടുക്കുന്നത്? 1 മൈനസ് ആണ് സാർ. മൈനസ് ആണ് വരിക. ഞാൻ വിചാരിച്ച മൾട്ടിപ്ലൈ ചെയ്യാൻ. അല്ല, മൈനസ് ആണ്. അതിൽ നിന്ന് കുറയല്ലേ ചെയ്യുന്നത്. ആ ഓക്കെ. എയുടെ ഓൾഡ് റേഷ്യോയിൽ നിന്ന് 1/16 ഡിക്ക് കൊടുക്കുകയല്ലേ. എന്നാ അപ്പൊ മൈനസ് ആണല്ലോ വരിക, കുറയല്ലേ ചെയ്യുന്നത്. അല്ല സാർ, അപ്പൊ നമ്മൾ നേരത്തെ ആ ഓക്കെ സാറോ. ഓക്കെ. അപ്പോ മൈനസ് 1/16 ആണ് വരിക. ആ അപ്പോ എന്താണ് ഇവിടെ നമുക്ക് 16 എന്ത് ചെയ്യണം? 16ഉം 6ഉം കോമൺ ആയിട്ട് വരുന്ന ഏതെങ്കിലും ഒരു മൾട്ടിപ്ലിക്കേഷൻ എടുക്കണം. ഓക്കെ. 16 × 3 എത്രയാണ്? എന്താ സാർ? 16 × 3 എത്ര അർച്ചിതൻ? 28. 28 അല്ലേ? 6 ആ × എത്ര 28 കിട്ടുമോ? എന്താ സാർ? 6 × എത്രയെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ 28 കിട്ടുമോന്ന്? ഇല്ല സാർ. ഏ അല്ല കിട്ടാ സാർ. എന്താ? കിട്ടാ സാർ കിട്ടാം. എത്രയാ? 6 എത്ര സാർ? 28 അല്ലേ സാർ? 16 × 3 എത്രയാണ് അർച്ചിതൻ? 16 ഞാൻ പറയട്ടെ. ആ അതായത് ഡിനോമിനേറ്റർ ഒന്ന് 6ഉം ഒന്ന് 16ഉം, റൈറ്റ്? അപ്പൊ അതെ സാർ. നമുക്ക് ഇതിന് രണ്ടിലും സെയിം ആക്കണം എന്നുണ്ടെങ്കിൽ എത്രയോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ സെയിം ആയിക്കൂടെ? ആ അപ്പോ 16 × 2 എത്രയാണ്? 16 × 2 16 28 സാർ. 28. ആ ഉറപ്പാ? പിന്നെ ഞാനുണ്ടല്ലോ ഒരു ദിവസം മൾട്ടിപ്ലിക്കേഷൻ അഡിഷൻ പഠിപ്പിച്ചിരുന്നുണ്ട്. 16 32 ആണ്. ആ ഓക്കെ. 32 6ൽ ഏതെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ 32 വരുന്നുണ്ടോ അർച്ചിതൻ? അർച്ചിതൻ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയില്ല എനിക്ക്, സത്യം പറഞ്ഞോ. അല്ല 6 6 6ന്റെ ആണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറയും, സാർ. വേഗം പറയും. ഇല്ല പറയും. 6 1s are 6, 6 2s are എത്രയാ? 12. 6 3 6 സാർ 3. 6 4 സാർ 24. 6 5 സാർ 30. 6 6 സാർ 36. 6 7 സാർ 42. 6 8 സാർ 60 56. 6 9 സാർ 63. 6 10 സാർ 7. എന്തോ 6 5s are എത്രയാണ്? 30. 6 6 ആറോ? 36. 6 7ഓ? എന്താ സാർ? 6 7s are എത്രയാ? 42. 42. 42. 6 8s are എത്രയാ? 48. ഓക്കെ. അപ്പോ 6ല് 32 എന്ന് പറഞ്ഞ മൾട്ടിപ്ലിക്കേഷൻ ഏതെങ്കിലും വരുന്നുണ്ടോ? ഇല്ല സാർ. നമുക്ക് എന്താ ഇത് രണ്ടും സെയിം ആക്കണമെന്നുണ്ടെങ്കിൽ ഈ രണ്ടിലും മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ കിട്ടുന്ന ഏതോ ഒരു നമ്പർ സെയിം ആവണം. അപ്പൊ 16 × 2 ചെയ്ത് നോക്കി. അപ്പൊ 32 എന്തില് വരൂല? 6ൽ വരൂല. ഇനി നമുക്ക് ആ 16 × 3 ചെയ്തൂടെ? എത്രയാണ് വരിക 16 × 3? 45. 40. 5. അർച്ചിതന് 5 ഒന്നും ഈ ഓഡ് നമ്പർ ഒന്നും വരൂല അല്ല ഈവൻ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോ. അല്ല 48. 48. 48. ഈവൻ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓഡ് നമ്പർ കിട്ടൂലേ? ആ ഓക്കെ. അതറിയാലോ. ആ ആ അപ്പൊ എത്രയാണ്? 16 × 3 ചെയ്ത എത്രയാണ്? 48. അത് 6ൽ വരുന്നുണ്ടോ ഏതെങ്കിലും മൾട്ടിപ്ലിക്കേഷനില്?
ഉണ്ട്. എത്ര? 40 6 7 sir. 6 7 അല്ലേ? ആ 6 7 തന്നെയാ? ആ അല്ല. 6 6 എത്രയാ? 6 8 sir ആണ്. 6 8 സാർ ആണ് അർച്ചിതൻ. ആ 6 ഇൻറ്റു 8 2 ഇൻറ്റു 8 16 ഇൻറ്റു 3 1 ഇൻറ്റു 3. ഇപ്പൊ മനസ്സിലായോ എങ്ങനെ ഡിനോമിനേറ്റർ സെയിം ആക്കേണ്ടതെന്ന്? ഓക്കെ മനസ്സിലായി. അതായത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഒരു നമ്പർ ഉണ്ടാവും, രണ്ടിന്റെ മൾട്ടിപ്ലിക്കേഷനിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു നമ്പർ ഉണ്ടാവും. അത് നമ്മൾ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യണം. അതിനൊന്നുമില്ല, വലിയ നമ്പർ നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ ഇൻറ്റു ചെയ്ത് നോക്കിയാൽ മതി. ഇൻറ്റു 2 ഇൻറ്റു 3 വെച്ച് അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ അപ്പൊ എത്രയാണ്? അപ്പൊ ഇവിടെ കോമൺ ആയിട്ട് 48 വന്നു. 8 2 സാർ എത്രയാണ്? 16 മൈനസ് 3 1 സാർ എത്രയാ? 3. അപ്പൊ നമുക്ക് എത്ര കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാല് 13/48 കിട്ടും. മനസ്സിലായോ? ഓക്കെ. ഇനി വേഗം സീനെ കണ്ടുപിടിച്ചാട്ടെ നീ ഒറ്റക്ക് വേഗം. സീന്റെ കിട്ടൂലേ? നീ മനസ്സിലായില്ലേ എങ്ങനെ ചെയ്യേണ്ടത്? മനസ്സിലായി. വേഗം ഞാൻ ജസ്റ്റ് 2 മിനിറ്റ്സ് ഇപ്പൊ വരട്ടെ. ഓക്കെ ഞാൻ വരുമ്പോഴത്തേക്ക് ചെയ്യണം. 2 മിനിറ്റ് തരും. ഇനി അതിന് ഒരുപാട് സമയം ചോദിക്കാതെ എന്നോട്. ഓക്കെ. ചെയ്തില്ലേ? പറഞ്ഞോ. സി എത്രയാണ്? ഏതാ? ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കഴിഞ്ഞു. വേഗം, സമയമൊന്നും ഇല്ല, വേഗം പറ. സ്പീഡായി ചേർച്ചത്. ഓക്കെ 5/48. 5/48. യാ വെരി ഗുഡ്. ഓക്കെ, ഇനി നമുക്ക് എന്റെ കണ്ടുപിടിക്കാം കേട്ടോ. ഓക്കെ. എന്റെ ഓൾഡ് റേഷ്യോ 3/6 അല്ലേ? ആ 3/6 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെയാണ് നീ പറഞ്ഞ ഇൻറ്റു നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഓക്കെ. അപ്പോ 3/6 ഇൻറ്റു 6 എത്രയോ ചെയ്ത് കഴിഞ്ഞാലാണ് എത്ര കിട്ടുക? 48 കിട്ടുക അല്ലെ? കോമൺ ഡിനോമിനേറ്റർ ആ എത്ര? ഇൻറ്റു 6 ഇൻറ്റു എത്ര ചെയ്താലാ 48 കിട്ടുക? 8. അപ്പൊ എന്ത് ചെയ്യാ? 8/8. അപ്പോ 3 ഇൻറ്റു 8 എത്രയാണ്? 24. 24/28. മനസ്സിലായോ എങ്ങനെ കിട്ടിയതെന്ന്? എന്നാ ഇനി നമുക്ക് ലാസ്റ്റ് ഡീന്റെ കൂടി ഇല്ല, പുതിയ ആളുടേത്. ആ ആള് 1/16 പ്ലസ് 1/16 റേഷ്യോയിലാണ് വരുന്നത്, റൈറ്റ്? 1/8 അല്ലേ സർ? ആ 1/16 പ്ലസ് 1/16 അല്ല ഷെയർ എടുക്കുന്നത് മൊത്തം ടോട്ടല്. ആ അപ്പോ 2/16 അല്ലേ? ആ ഇനി ഈ 2/16 നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ ഇൻറ്റു എത്രയോ ചെയ്താലാണ് എത്ര കിട്ടുക? 48 കിട്ടുക. എത്രയാണ്? സർ 3. 3 2 6. ഓക്കെ
അപ്പൊ നമുക്ക് ന്യൂ റേഷ്യോ കിട്ടി 24:13:5:6. മനസ്സിലായോ അർച്ചിതൻ? അത് ഇത്രയും വലിയ റേഷ്യോ അതെ സാർ. ഇത് നമുക്ക് ഷോർട്ട് ആക്കാൻ പറ്റല്ലോ, ഓടും ഇവണും മിക്സ് അല്ലേ. ഓ ഓക്കെ. ഇതിപ്പോ A:B:C:D ആണ്. ആ എയുടെ 24, ബിയുടെ ന്യൂ റേഷ്യോ 13, സിയുടെ 5, ഡിയുടെ 6. ഓക്കെ. മനസ്സിലായോ? ആ ഇനി ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ തരാം കേട്ടോ, വേഗം ചെയ്യണേ. ഓക്കെ. ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഭാരതി ആൻഡ് ആസ്ത were partners ആ sharing profit in the ratio 3:2. Sharing profit in the ratio 3:2. ഓക്കെ. They admitted Dinger as a partner. For 1/5 share. For 1/5 share, ആ which he got equally from Bharati and Asta. Okay. ആ Calculate new profit sharing ratio of Bharati, Asta and Dinger. സാർ ഒരു ഡൗട്ട് ഉണ്ട്. ചോദിക്കാം. നേരത്തെ കണക്കില് 1/80 തന്നില്ലേ സാർ, അത് ആവശ്യമില്ല നമുക്ക്? ഇല്ല, അത് നമ്മൾ ജസ്റ്റ് ഒരു ന്യൂമറിക്കൽസ് മാത്രമേ ആവശ്യമുള്ളൂ, അവർ പറഞ്ഞ കാര്യമില്ല അതിനെ കൊണ്ട്. ഓ ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല? സാർ പക്ഷേ ഇതില്ലല്ലോ. ഏതാണ്? ഈക്വലായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ. ഒരൊറ്റ ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. 1/5 1:1 എടുക്കുന്നത്. ഓക്കെ. അതായത് ആ ഭാരതിയിൽ നിന്ന് 1/2ഉം ആസ്തിയിൽ നിന്ന് 1/2ഉം. ഓക്കെ. ഈക്വൽ എന്ന് പറയുമ്പോൾ 1/2 1/2. ഫൈൻ. ആ ഓക്കെ, വേഗം ചെയ്തോ. ഞാൻ മീൻവൈൽ ഞാൻ പഞ്ച് ഔട്ട് ചെയ്ത് വരാം കേട്ടോ. വേഗം ഓക്കെ. വേഗം ചെയ്യണേ. ഞാൻ വന്നപ്പാട് എന്തെങ്കിലും സംശയങ്ങളോട് ചോദിച്ചാൽ മതി. ഫൈൻ. യാ.
ഹർഷിതൻ എന്താ സാർ? ചെയ്തോ? ചെയ്തു സാർ, പക്ഷെ എനിക്ക് ഡിങ്കറിന്റെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, നമുക്ക് കാര്യം ചെയ്യാം, നാളെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. എനിക്ക് നെക്സ്റ്റ് സെഷൻ ക്ലാസ് ഉണ്ട്. നീ ആ ട്രൈ ചെയ്ത് നോക്കട്ടോ, ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. സാർ, എനിക്ക് ഒന്നാമത്തെ 1/10 ആ, രണ്ടാമത്തെ -1/10. ഒന്നാമത്തത് 1/10 രണ്ടാമത്തത് മൈനസ്. നമുക്ക് നാളെ ചെയ്യാം, ചെറിയൊരു കറക്ഷൻ ഉണ്ട് അവിടെ. എനിക്ക് ഓക്കെ മനസ്സിലായി എന്താ പ്രശ്നം. നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ സാർ. ഓക്കെ, ബൈ then. സാറാ, ആ, പറഞ്ഞോ. ഇംഗ്ലീഷിന്റെ കാര്യം. അത് നാളെ ഡിസ്കസ് ചെയ്യാം, നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ സാർ. ഓക്കെ, ഫൈൻ, ബൈ. ഓക്കെ, താങ്ക് യു. താങ്ക് യു.